ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും ഫضലും മനസ്സിലാക്കുന്നവരാണ് നമ്മളൊക്കെ. ആ പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തു തന്നെ സൂറത്തുൽ ഖദ്ർ എന്ന പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം അവതരിപ്പിച്ചത് അത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്തെന്ന് നിങ്ങൾക്ക് എന്തറിയാം? അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ്റെ ആയുസ്സിനേക്കാൾ ശ്രേഷ്ഠമായ അത്യധികം പ്രതിഫലാർഹമായ ഒരു രാവ്. ആ രാവ് വല്ല ആൾക്കും ഇബാദത്തോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി, ഈമാനോടുകൂടി, അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. എന്നാൽ ആ ദിവസത്തിൻ്റെ നന്മകൾ സ്വായത്തമാക്കാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനിൻ്റെ ആഗമനം സന്തോഷവാർത്തയെ അറിയിച്ചുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു, അതാക്കും ഷഹറു റമദാൻ ഷഹറുൻ മുബാറക്കുൻ. നിങ്ങൾക്കിത് അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വ തുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം. ആ ഹദീസിൻ്റെ അവസാനത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഫീഹ ലൈലത്തുൻ, അതിൽ ഒരു രാവുണ്ട്, ഹിയ ഖൈറും മിൻ അൽഫി ഷഹർ. ഫീഹി ലൈലത്തുൻ ഹിയ ഖൈറും മിൻ അൽഫി ഷഹർ. അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം. ആ രാത്രിയുടെ നന്മകൾ ലഭിക്കാതെ പോകുന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിനെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുന്ന മനുഷ്യൻ, രാത്രി നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. മാത്രമല്ല, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ഹി മാ അഖൂലു ഫീഹാ. അത് ഏത് രാവാണ് എന്നെനിക്ക് മനസ്സിലാക്കാനായാൽ, അതിൻ്റെ അമാറാത്തുകൾ കൊണ്ട്, അലാമാത്തുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാൻ എന്താണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നതായ ഒരു രാവിൽ ഞാൻ എന്തു പറയണം റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. അല്ലാഹുവേ, നീ അങ്ങേയറ്റം പാപമോചനത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു, എൻ്റെ പാപങ്ങളെയെല്ലാം നീ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്നാണ്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ആയുസ്സിനേക്കാൾ വലുതാണ് അതിൻ്റെ മഹത്വവും പ്രതിഫലവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതുപോലെ തന്നെ ഹദീസുകൾ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതേപോലെ തന്നെ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ദുആകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, രാത്രി നമസ്കാരം കൊണ്ട് അയാൾ തൻ്റെ രാവുകളെ ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുകയെന്നും, അതുപോലെ തന്നെ ഇൽതമിസു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 ആ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദാ ദഖലൽ അശ്ർ, അല്ലാഹുവിൻ്റെ റസൂലിന് അവസാനത്തെ 10 സമാഗതമായാൽ അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു, രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുകയും തൻ്റെ കുടുംബത്തെ കൂടി അതിനുവേണ്ടി തന്നോടൊപ്പം അവരെ എഴുന്നേൽപ്പിച്ച് കൂടെ കൂട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ രാവിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിച്ച സത്യവിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. ഇന്നത്തെ ചോദ്യം, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഏറ്റവും ദൗർഭാഗ്യവാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് ഒരു ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു സൗഭാഗ്യം നഷ്ടപ്പെട്ടത് കാരണത്താൽ. അപ്പോൾ ആ ഏറ്റവും ദൗർഭാഗ്യവാനായ വ്യക്തിയെന്ന് വിശേഷിപ്പിച്ച ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.